ഇന്ന് നമുക്ക് ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അഭിമന്യ തിരുമേനി ഏവൻഗേലിയോനായി വായിച്ച വേദഭാഗം തന്നെയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം മാത്രം വായിക്കുകയാണ്. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം അങ്ങയുടേതാണ്. അങ്ങ് സംസാരിച്ചതാണ് ഈ വചനം. അങ്ങയുടെ മനസ്സ് വായിക്കാനുള്ള പ്രാപ്തി ബലഹീനായ അടിയനില്ല എന്ന് അങ്ങ് അറിയുന്നല്ലോ. ദൈവമേ, അങ്ങ് എന്താണ് ആഗ്രഹിച്ചത് ഇതിൽ കൂടി പറയാൻ എന്നുള്ളത് ബലഹീനായ അടിയനിൽ കൂടി നിൻ്റെ ജനത്തോട് അങ്ങ് സംസാരിക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് ധ്യാനിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും ഇപ്പോൾ മാത്രമല്ല എപ്പോഴും അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ യേശു മശിഹ മൂലം ഇടയാക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. വല്ലാതെ അതിശയിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സുവിശേഷമാണ്. എന്നാൽ എന്നെ വിസ്മയിപ്പിച്ച ഒരു വാക്യമാണ് ഇന്ന് ധ്യാനത്തിന് ആധാരം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തെയും യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തെയും ഒരു വാക്യത്തിൽ ഒതുക്കിയ വളരെ അനുഗ്രഹകരമായ ഒരു ഭാഗമാണ് ഇന്നത്തെ വേദഭാഗം. ലൂക്കോസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നതായിട്ടുള്ള ചില വെല്ലുവിളികൾ ഞാൻ ഇന്ന് നമുക്കൊന്നിച്ച് ചിന്തിക്കണം എന്ന് വിചാരിക്കുകയാണ്. 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് സാക്ഷ്യ സരണിയിലെ കരുതലുകളെ പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്നത് അന്തിമ ന്യായവിധിയിലാണ്. മിസിയോളജിയിൽ തുടങ്ങി എസ്കറ്റോളജിയിൽ അവസാനിക്കുന്ന അതിമനോഹരമായ ഒരു അധ്യായമാണ് ഇത്. ഇന്നത്തെ ഈ വേദഭാഗം 3 ചിന്തകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒന്നാമത്തെ ചിന്ത ഗേഡ് എന്നാണ്. നിങ്ങളുടെ അര കെട്ടിയിരിക്കട്ടെ, നിങ്ങളുടെ അര കെട്ടി ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാത്തിരിപ്പിനായിട്ടുള്ള ഒരു വലിയ വിളിയാണ്. എന്താണ് ഈ അരകെട്ടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം? കൃത്യതയോട് ആ വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ബി റെഡി ഫോർ ആക്ഷൻ. ഒരുക്കം. നീളം കുപ്പായമിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേഖലയാണ് യഹൂദന്മാരുടെ മേഖല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട ശുശ്രൂഷകൾ വരുമ്പോൾ അല്പം മുകളിലേക്ക് അവരുടെ നീളം കുപ്പായം എടുത്ത് കുത്തി അരയിൽ ഒരു തുവാലയൊക്കെ കെട്ടി ഒരുക്കത്തോടെ നിൽക്കുകയാണ്. ബി റെഡി ഫോർ ആക്ഷൻ. സമയം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെ കൃത്യതയോടുകൂടി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പറഞ്ഞിരിക്കുന്നത്, ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് തന്നെ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം എവറി മൊമെൻറ്റ് ഓഫ് അവർ ലൈഫ് ഈസ് എ പാർട്ടിക്കിൾ ഓഫ് ഇറ്റേണിറ്റി എന്നാണ്. എവറി മൊമെൻറ്റ് ഓഫ് അവർ ലൈഫ് ഈസ് എ പാർട്ടിക്കിൾ ഓഫ് ഇറ്റേണിറ്റി. അതായത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നിത്യതയുടെ ഒരു അംശമാണ് എന്നുള്ള ബോധ്യമാവണം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കത്തിൻ്റെ ആ വലിയ ഒരുക്കത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊന്ന് കാണുന്നത് ഒരുക്കത്തിനകത്തൊരു അനിശ്ചിതത്വമുണ്ട്.
ആ അനിശ്ചിതത്വത്തിന് ഒരു സൗന്ദര്യം ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. കാരണം ആകുലത വേണ്ട, കരുതുന്നവൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന അനിശ്ചിതത്വത്തിന് ഒരു നല്ല സൗന്ദര്യമുണ്ട്. ഭയമരുത്, പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് വിചാരപ്പെടരുത്, കാരണം നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഈ ഒരുക്കം നമ്മുടെ അനിശ്ചിതത്വത്തിൻ്റെ സൗന്ദര്യവും നമ്മുടെ നിത്യതയുടെ ഒരു ചെറിയ അംശവും ആണ് എന്ന് ചിന്തിക്കുമ്പം അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്താണ് യജമാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് ഉത്തരവാദിത്വങ്ങൾ? ഒന്ന്, ഭവനം കാക്കണം. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഭവനം നിങ്ങൾ നന്നായി കാക്കണം. മാത്രമല്ല, ഭവനത്തിനകത്തുള്ളവർക്ക് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കണം, പരിപാലനം നൽകണം. പരിപാലനം നൽകാനും ഭവനം കാക്കാനും ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഈ പ്രഭാതത്തിൽ ലൂക്കോസ് എവൻഗലിസ്റ്റൻ നമ്മളോട് പറയുകയാണ്. ഗേർഡ് യുവർ ലോയിൻസ്, നിങ്ങൾ അരകെട്ടി ഇരിക്കുക. രണ്ടാമത്, ബേൺ എന്ന് പറയുന്ന വാക്കാണ്, കത്തിക്കൊണ്ടിരിക്കുക എന്നാണ്. കീപ് യുവർ ലാമ്പ് ബേണിംഗ്, കീപ് യുവർ ലാമ്പ് ബേണിംഗ്. വിളക്കും വെളിച്ചവും വേദപുസ്തകത്തിനകത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അനാളജീസാണ്. അത് നമുക്കറിയാം. കർത്താവ് പറഞ്ഞു തുടങ്ങി, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പിന്നെ ശിഷ്യന്മാരെ ചൂണ്ടിപ്പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അന്ധകാരം വല്ലാതെ കട്ടിപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തതയോടുകൂടി ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഉയരത്തിൽ നിന്നുള്ള ഉദയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഉയരത്തിൽ നിന്ന് ഒരു ഉദയം സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ശിമിയോൻ അതിനെ കാണുന്ന മറ്റൊരു രീതിയിലാണ്. ശിമിയോൻ പറയുകയാണ്, സകല ജനതകൾക്കുമുള്ള പ്രകാശമാണ് ഈ വരുന്നത്. ഇപ്പോൾ പ്രകാശത്തിന് പുതിയ മാനദണ്ഡം, പ്രകാശത്തിനൊരു പുതിയ മാനം കൊടുത്തുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ലൈറ്റ് ഹൗസ് എന്തിനു വേണ്ടിയാണ്? ഈ പ്രകാശഗോപുരം അത് കടലിൽ അലയുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ നീ കരയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈല് ദൂരെയാണ് നിൽക്കുന്നത് എന്നും കൂടി അറിയാനാണ്. നീ കരയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈല് ദൂരെ ആണ് എന്നും കൂടി അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ വെളിച്ചമെന്ന് പറയുന്നത് എന്നെ ദിനംതോറും വിചാരണ ചെയ്യുന്നതാണ്. ഞാൻ എത്ര അകലെയാണ് ഈ വെളിച്ചത്തിൽ നിന്ന് നിൽക്കുന്നത് എന്ന് എന്നെ ദിനംതോറും വിചാരണ ചെയ്യുന്നതാണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ എത്ര കാതം കൂടി നടന്നാൽ മാത്രമേ ഞാൻ ഈ വെളിച്ചത്തിലെത്തുകയുള്ളൂ എന്ന് എന്നെ ഓർപ്പിക്കുന്നതാണ്. വെളിച്ചം എന്നെ വല്ലാതെ വിചാരണ ചെയ്യുന്നു. മാർത്തോമാ സഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമുണ്ട്, ലൈറ്റഡ് ടു ലൈറ്റൻ, പ്രകാശനായ പ്രകാശിത എന്നാണ്. അത് നമ്മുടെ പിതാക്കന്മാർ വളരെ ശ്രദ്ധയോടുകൂടി തന്നതാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് മണ്ഡലം സ്റ്റഡി ഗ്രൂപ്പിൽ പങ്കാളിയായി അതിൻ്റെ കൂടെ ആ പുസ്തകം തയ്യാറാക്കാനിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരു യുവ പട്ടക്കാരൻ പറഞ്ഞതാണ്, ഈ ലൈറ്റഡ് ടു ലൈറ്റൺ എന്ന് പറയുന്നത് ഡീകോളനൈസ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതിൻ്റെ അർത്ഥം നമ്മളാണോ പ്രകാശത്തിൻ്റെ മൊത്തം സംരക്ഷകർ അല്ല എന്നുള്ളതുകൊണ്ട് ഡീകോളനൈസ് ചെയ്യണം. പ്രകാശം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ളത്? എന്തോ അദ്ദേഹം ഇന്ന് മാർത്തോമാ സഭയിലെ പട്ടക്കാരനായിട്ടില്ല. ലൈറ്റഡ് ടു ലൈറ്റൺ, പ്രകാശനായ പ്രകാശിത, നന്നായി പ്രകാശിക്കാൻ വേണ്ടി പ്രകാശിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ ഒരു കാലത്തും മറന്നു പോകരുത്. എല്ലാവർക്കും സുപരിചിതമാണല്ലോ റെയിൽവേ ഗേറ്റിൽ നടന്ന ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുന്ന കഥ. റെയിൽവേ ഗേറ്റിൽ ആക്സിഡൻറ്റ് നടന്നു. ജഡ്ജി വാദവും വിസ്താരവും ഒക്കെ കഴിഞ്ഞു. ജഡ്ജി ഗേറ്റ് കീപ്പറെ വെറുതെ വിട്ടു. വാദിച്ച അഭിഭാഷകൻ ചുമ്മാതൊരു ചോദ്യം ഈ ഗേറ്റ് കീപ്പറിനോട് ചോദിച്ചു, നീ വിളക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നോ? അവൻ പറഞ്ഞു, അതെ, ഞാൻ വിളക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു. രണ്ടാമത്തെ ചോദ്യം, നീ അതിൽ വെളിച്ചം തെളിയിച്ചിരുന്നോ? എത്ര കാലമായി ഈ വിളക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു, പക്ഷേ
അതിനകത്ത് വെളിച്ചം ഇല്ല എന്നുള്ളത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഈ വിളക്ക് എത്ര കാലമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു, പക്ഷേ വെളിച്ചം ഇല്ല എന്നുള്ളത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. മാത്രമല്ല, പണ്ടെങ്ങോ തെളിച്ചൊരു പ്രകാശം കണ്ട് കൊള്ളാം, ഇവൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ എന്ന് വിചാരിച്ചിറങ്ങിയവനെല്ലാം പാതി വഴിക്ക് കെട്ടുപോയ എൻ്റെ വെളിച്ച നിമിത്തം അന്ധകാരത്തിൽ ചുമ്മാതെ ഉഴന്നു നടക്കുന്നത് എന്നെ തീർച്ചയായും വിചാരണ ചെയ്യേണ്ട കാര്യമാണ്. കത്തണം, അത് നിരന്തരം കത്താനുള്ളതാണ്. സാക്ഷ്യകൂടാരത്തിൽ കെട്ടുപോകാത്ത വെളിച്ചം പോലെ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് നമ്മെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്ന വാക്ക്. ഉള്ളൂരസ് പരമേശ്വരയ്യർ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കൈവശം ഉള്ളവനെന്നും വിശ്വം ദീപമയം. ഈ വിശ്വത്തിന് ദീപം കൊടുക്കാൻ ഒത്തിരി വേണ്ട, ഞാൻ ഒരു കൊച്ചു ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് മിന്നാമിനുങ്ങ് പറയുന്നത് പോലെ ഒരു വെളിച്ചമായി തീരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നമ്മളുടെ ജീവിതം കൊണ്ട് അർത്ഥം എന്ന് നമ്മൾ ചിന്തിക്കണം. മൂന്നാമതായിട്ട് ലേണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേൺ എന്ന് പറയുന്ന വാക്കാണ് ലേൺ. ആദ്യം ഞാൻ പറഞ്ഞത് ഗേഡ് ആണ്, രണ്ട് പറഞ്ഞത് ബേൺ, മൂന്നാമത് പറഞ്ഞത് ലേൺ, പഠിക്കുക. ഈ ഗുരു, അവിടെയാണ് നമ്മളുടെ ക്രക്സ്. ഈ ഗുരു തീ ഇടാൻ വന്ന ഗുരുവാണ് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭൂമിയിൽ തീ ഇടേണ്ടതിന് വന്നിരിക്കുന്നു. വല്ലാതെ നമ്മളെ പരിഭ്രമിപ്പിക്കുന്നതാണ് ഈ വാക്യം. അതിലേക്ക് ഞാൻ വരാം. ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് എത്ര രസകരമായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായവും അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം കൂടെ അങ്ങോട്ട് ഒറ്റ വാചകത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വിവാഹത്തിന് പോയ, കല്യാണത്തിന് പോയ യജമാനൻ തിരിച്ചു വരുമ്പോൾ തനിക്ക് വേണ്ടി കാത്തിരുന്ന് തൻ്റെ ഗൃഹത്തെ പരിപാലിച്ച, മോഷ്ടാക്കൾ തുരന്ന് മോഷ്ടിക്കാൻ ഇട നൽകാത്ത ആ ദാസന്മാരെ കാണുമ്പോൾ അവരോട് ഈ യജമാനൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യജമാനൻ വരുന്നു, അകത്ത് പ്രവേശിക്കുന്നു, താൻ അരകെട്ടി അവരെ പന്തിയിലിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നു. എങ്ങനെ പറയാതിരിക്കും? ഈ മനുഷ്യൻ ഭൂമിയിൽ തീയിടാൻ വന്നവൻ അല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? കാരണം ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത റിവേഴ്സൽ ഓഫ് റോള് സംഭവിക്കുമ്പം എങ്ങനെ പറയാൻ സാധിക്കും ഇത് തീയിടാൻ വന്ന മനുഷ്യനാണ്? ഇന്ന് വരെ എന്നിലുണ്ടായിരുന്ന സകല ബോധങ്ങളെയും മാറ്റിമറിക്കുന്ന, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നോട് ഇടപെടുന്നവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും ഇത് തീയിടാൻ വന്നവനല്ലെന്ന്? 17-ാം അധ്യായം കുറേ കൂടെ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. വയലിൽ നിന്ന് വരുന്നവനോട് പറയുകയാണ്, ദാസനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഞാൻ നിനക്ക് വിളമ്പിത്തരാം. അങ്ങനെ പറയുന്ന യജമാനെ എവിടെ കിട്ടുന്നത്? കൂടെ ശുശ്രൂഷയ്ക്ക് വരുന്ന ഭാര്യയും തിരിച്ചു വരുമ്പോൾ നേരെ അടുക്കളയിലേക്കും നമ്മൾ സുഭിക്ഷമായിരിക്കുമ്പോഴും ഈ ചോദ്യം നമ്മുടെ മുമ്പിലെല്ലാം വരേണ്ടതാണ്. ഈ യജമാനൻ വല്ലാതെ തീ വാരിയിടുന്ന ഒരു യജമാനാണ്. ഊട്ടുപുരയുണ്ടാക്കാൻ പറഞ്ഞവനാണ് അല്ലേ? സംഭരണശാലകളെ പൊളിച്ചു കളയുക, എന്നിട്ട് ഊട്ടുപുരകളാക്കുക എന്ന് ഈ 12-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ധനവാൻ്റെ വല്ലാതെ വിളഞ്ഞ വയലിൻ്റെ അരികിൽ നിന്ന് അവൻ്റെ ആത്മകഥം കേട്ടതിന് ശേഷം പറയുന്നതാണ്, ഇല്ല, ഗോഡൗണിനെ നീ ഗോഡ് ഓൺഡ് ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ സംഭരണശാലകളെ ഊട്ടുപുരകളാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലാതെ തീ കോരിയിടുന്ന ഈ യജമാനൻ അരകെട്ടി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറുന്നു. 2 പുസ്തകങ്ങൾ വേദപുസ്തകത്തിനൊപ്പം എൻ്റെ ടേബിളിലുണ്ട്. രാവിലെ ധ്യാനത്തിന് ഉപയോഗിക്കുന്ന പുസ്തകമാണ്. ഒന്ന് മക്കാറിയോസ് തിരുമേനി വായിപ്പിച്ച പുസ്തകമാണ്, ഫുൾട്ടൻ ജയഷീനിൻ്റെ പുസ്തകം. ആ പുസ്തകത്തിനകത്ത് പുരോഗതിന് അവന് സ്വന്തമല്ല. അത് വല്ലാതെ നമ്മളെ അലട്ടുന്ന പുസ്തകമാണ്. ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ പുലർവട്ടവും വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന പുസ്തകമാണ്. പിന്നെ വേദപുസ്തകവും. അപ്പോഴും ഓരോ പ്രാവശ്യവും ഈ പുസ്തകം എടുക്കുമ്പം ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, എന്താടോ താൻ നന്നാവാത്തത്, എന്താടോ താൻ നന്നാവാത്തത്
ഇത് രാവണപ്രഭുവിലെ മോഹൻലാലിൻ്റെ ശബ്ദമല്ല. എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്, എന്നാണ് നീ ഈ വിധക്കാരിൽ നിന്ന് വീണഴിയുന്ന വിത്തായി മാറാൻ കഴിയുന്നത്? എന്നാണ് നീ പരികർമ്മി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ബലിയായി തീരാൻ കഴിയുന്നത്? ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അരകെട്ടി ശുശ്രൂഷ ചെയ്യുന്ന യജമാനൻ്റെ പൊസിഷനിൽ നിന്ന് ദാസൻ്റെ പൊസിഷനിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമോ? ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലിരിക്കുമ്പം നമ്മുടെ മുമ്പിൽ വരുന്ന കുല ചോദ്യങ്ങളുണ്ട്. തിരുത്തിൻ്റെ പുസ്തകം രചിച്ച നല്ല ഗുരു വസ്ത്രം അഴിച്ച്, മേൽവസ്ത്രം അഴിച്ച് താഴെ ഇരുന്ന് കാല് കഴുകിയ ആ ഗുരു നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്നാണ് നമുക്ക് കുറേ കൂടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കുക? എന്നാണ് നാം ഈ കർത്താവിൻ്റെ വാക്കുകളിലേക്ക് തിരിച്ചെത്തുക? അതോ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നവരാണോ? ഒരു പുസ്തകത്തിൽ നിന്ന് എഴുതിയ ഒരു വാക്കും കൂടെ വായിക്കട്ടെ. വേരുകളുടെ സൗഭാഗ്യമില്ലാത്ത ഉപരിതല ജീവിതമാകരുത് ദൈവമേ എൻ്റെ ജീവിതം. വേരുകളുടെ സൗഭാഗ്യമില്ലാത്ത ഉപരിതല ജീവിതം ആവരുത് ദൈവമേ എൻ്റെ ജീവിതം. അതുകൊണ്ട് യജമാനൻ വരുന്നേരം തന്നോടുകൂടെ അധ്വാനിച്ചവർക്ക് അവൻ അരകെട്ടി പരികർമ്മിയായി നിൽക്കുമ്പോൾ, ഓർത്തഡോക്സ് സഭയുടെ ഏവൻഗേലിയോൻ വായിച്ചതിന് ശേഷം മനോഹരമായൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ പരികർമ്മിയായി നിൽക്കുമ്പോൾ, താതനൊരുക്കുന്ന മേശയിൽ സുതൻ ശുശ്രൂഷകനാകുമ്പോൾ, റുഹാ കുദിശ മുടയുന്ന കിരീടം ധരിക്കാൻ ഒരുങ്ങുമ്പം നാം നമ്മളോട് തന്നെ ചോദിക്കണം, എന്നാണ് ഞാൻ ഈ പരികർമ്മിയുടെ സ്ഥാനത്ത് നിന്ന് ബലിയായി തീരുന്ന, യജമാനൻ്റെ റോളിൽ നിന്ന് ദാസനായി തീരുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ വേദഭാഗത്തോട് അല്ലെങ്കിൽ ദൈവത്തോട് നീതി പുലർത്തുന്നവരാകും. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അരകെട്ടുക, വിളക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുക, ഈ ഗുരുവിൽ നിന്ന് പഠിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.